Next we have a definition, that is a dense set. Comment box il parna pole thanne nammal malayalathiലും continue cheyana. Let A be a subset of a space X, then A is said to be dense in X if A closure equal to X. ഒരു സെറ്റ് A subset of X dense എന്ന് പറയണമെങ്കിൽ അയാളുടെ ക്ലോഷർ, what is closure of a set? It is the smallest closed set containing that set. It should be X. അതായത് ഒരു സ്പേസ് X തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സെറ്റ് A എടുത്താൽ ആ സെറ്റ് A ഡെൻസ് ആണെന്ന് പറയണമെങ്കിൽ അയാളുടെ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ്, ദാറ്റ് ഈസ് A ക്ലോഷർ, അത് എന്ത് തന്നെ ആയിരിക്കണം? ഫുൾ സ്പേസ് തന്നെ ആയിരിക്കണം. A ക്ലോഷർ ഷുഡ് ബി X. അതല്ലാതെ there does not exist a set like this which is closed, അങ്ങനെ ഒരു B കാണാൻ പറ്റില്ല, such that A is contained in that set. അപ്പോൾ എനെ കണ്ടെയ്ൻ ചെയ്യണ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് ഫുൾ സെറ്റ് തന്നെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ? ഇറ്റ് ഈസ് എ ഡെൻസ് സെറ്റ്. അപ്പൊ നമുക്കറിയാം എക്സാമ്പിൾസ്, സെറ്റ് ഓഫ് റാഷണൽസ് അല്ലെ, സെറ്റ് ഓഫ് റാഷണൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡെൻസ് ഇൻ ആർ വിത്ത് റെസ്പെക്ട് ടു യൂഷ്വൽ ടോപ്പോളജി. സിമിലർലി ദ സെറ്റ് ഓഫ് ഇറാഷണൽസ് ആസ് വെൽ, അത് രണ്ടും ഡെൻസ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു യൂഷ്വൽ ടോപ്പോളജി. Now we have a proposition, a subset A of a space X is dense in X if and only if for every non-empty open subset B of X A intersection B is non-empty. അതായത് ഒരു സെറ്റ് ഡെൻസ് ആവാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഒരു സെറ്റ് ഡെൻസ് ഇൻ X ആവണമെങ്കിൽ if and only if ഏതൊരു ഓപ്പൺ സെറ്റ് B എടുത്താലും, that is you have a set A in X and if you take any open set B, നിങ്ങൾ ഏത് ഓപ്പൺ സെറ്റ് B എടുത്താലും B has an intersection with A. ഇങ്ങനെ ഉണ്ടായിരിക്കണം. ഏത് B എടുത്താലും എന്തായിരിക്കണം അവസ്ഥ? ഇത് തന്നെയാണെങ്കിൽ നമുക്ക് പറയാം our A is a dense set or A closure is X. So this we can prove. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അസ്യൂം ചെയ്യാം A is dense in X. Assume that A is dense. A dense ആണെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അത് A നെ ഇന്റർസെക്ട് ചെയ്യുന്നു കാണിക്കണം. അപ്പൊ A dense means what? A closure എന്ന് പറയുന്നത് X തന്നെയാണ്. Now we need to show that if we take any open set B, if B is an arbitrary open set, we need to show that B intersection A is non-empty. അതായത് ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് കാണിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആർബിട്രറി ആയിട്ട് ഓപ്പൺ സെറ്റ് B എടുത്തു. if possible A intersection B is empty. അതായത് A എന്ന് പറയുന്ന സെറ്റ് ഇതാന്ന് വിചാരിക്കുക. Suppose there is an open set B such that A intersection B is empty. അവർ തമ്മിൽ ഇന്റർസെക്ഷൻ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ഇത് നോക്കിയാൽ തന്നെ അറിയാം. വാട്ട് ഈസ് X മൈനസ് ബി? X മൈനസ് ബി എന്ന് പറയുന്നത് ബിയുടെ കോംപ്ലിമെന്റ് ആണ് അല്ലെ? ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് X മൈനസ് ബി. അപ്പൊ അതിനകത്താണ് ആര് വരുന്നത്? A is contained in X minus B. So by this we have A is contained in X minus B. പക്ഷെ X മൈനസ് ബി എന്താ? X മൈനസ് ബി is a closed set. എങ്ങനെ X മൈനസ് ബി is closed എന്ന് കിട്ടി? കാരണം B ഓപ്പൺ ആണ്. B ഓപ്പൺ ആണെങ്കിൽ X മൈനസ് ബി is closed. So X minus B is a closed set. X minus B, is it full set X? Is this X? It is not X because B is not equal to empty set. B empty set ആവാൻ പറ്റില്ല. B empty set ആണെങ്കിൽ പിന്നെ ഇതിൽ അർത്ഥമൊന്നുമില്ല അല്ലെ? B should be an open set which do not intersect with A എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. So X minus B എന്തല്ല? X minus B full set അല്ല. So that means A is contained in a closed set. ഇതൊരു closed set ആണ് അല്ലെ? A contained in a closed set, which implies A closure is contained in X minus B closure. ഇത് നമ്മൾ പഠിച്ചതാണ്. A contained in B implies A closure contained in B closure. So A closure contained in X minus B closure
But x minus b closure is what? X minus b itself, because we know that a closure equal to a if and only if a is closed. So x minus b closed set ആയതുകൊണ്ട് x minus b യുടെ closure എന്ന് പറയുന്നത് x minus b തന്നെയാണ്. So we have this one, a closure is contained in x minus b. A closure contained in x minus b means what? A closure cannot be x ആവാൻ പറ്റില്ല, കാരണം x minus b യുടെ അകത്താണ് a closure contained ആയിരിക്കുന്നത്. x minus b x അല്ല. So a closure is contained in x minus b. X minus b is contained in x. Okay, so a closure cannot be what? X. A closure എന്ന് ഒരിക്കലും x ആവാൻ പറ്റില്ല, which is a contradiction to our assumption that we have taken a as a dense set. That means a closure equal to x, which is a contradiction. So this is not possible. You cannot find a open set B such that A intersection B is empty. This means what? For every open set B, B intersect with A. So that is the first part. Conversely, suppose that A intersect B, where B is an open set. ഏത് ഓപ്പൺ സെറ്റുമായിട്ടും എക്ക് ഇന്റർസെക്ഷൻ ഉണ്ടെന്നാണ് നമ്മുടെ അസംഷൻ. വി നീഡ് ടു ഷോ ദാറ്റ്, നമുക്ക് എന്താ കാണിക്കേണ്ടത്? വി നീഡ് ടു ഷോ ദാറ്റ് ദിസ് വൺ എ ക്ലോഷർ ഈസ് എക്സ്, എ ക്ലോഷർ എക്സ് എന്ന് കാണിക്കണം. എ ഇന്റർസെക്ഷൻ ബി നോൺ എംപ്റ്റി ഫോർ എവറി ഓപ്പൺ സെറ്റ് ബി മീൻസ് വാട്ട്? എ ഇന്റർസെക്ട് എവറി ഓപ്പൺ സെറ്റ് ബി. സോ ഇഫ് ബി ഈസ് എനി ക്ലോസ്ഡ് സെറ്റ്, B is any closed set such that A is contained in B. ഇങ്ങനെ ഒരു B എന്ന് പറഞ്ഞ ക്ലോസ്ഡ് സെറ്റ് ഉണ്ട് വിചാരിക്കുക. A is contained in B. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? A closure is contained in B കിട്ടും. ഓക്കെ, ബിക്കോസ് B ക്ലോസ്ഡ് ആണ്. നമുക്ക് കാണിക്കേണ്ടത് A closure X ആണ്. അപ്പൊ ഇങ്ങനെ ഒരു B ഇല്ല എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഏത് B എടുത്താലും this is not true എന്ന് കാണിക്കണം. So if possible this happens, that is A is contained in B. A contained in B means what? X minus B is an open set. B closed down. So X minus B is an open set. And what about A intersection X minus B? A intersection X minus B will be empty. എങ്ങനെ കിട്ടിയത്? A എന്ന് പറയുന്നത് contained in B ആണ് നമ്മൾ എടുത്തത്. A contained in B ആണെങ്കിൽ what is x minus b? X minus b is b complement. ഇതാണ് x minus b. A cannot intersect with x minus b. That means x minus b intersection A is empty, which is not possible because our assumption was A intersection B is non-empty for every open set. അപ്പോൾ ഇങ്ങനെ ഒരു b യുടെ പോസിബിലിറ്റി ഇല്ല. There is no closed set containing A. അപ്പോൾ ആകെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരാളേ ഉള്ളൂ. ആര് മാത്രമേ ഉള്ളൂ? x. So X is the only closed set such that A is contained in X. So A closure should be what? X. So that is the proposition.